വന്നത് നമ്മുടെ മുൻപാകെ വായിക്കപ്പെടുന്ന നമ്മുടെ ഭർത്താവ് ശുശ്രൂഷായ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. ഇപ്പോൾ ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് വരുന്നു. എന്റെ സന്തോഷം അവർക്ക് പൂർണ്ണമായിരിക്കാൻ വേണ്ടി ഞാൻ ലോകത്തിൽ വെച്ച് ഇവയെ സംസാരിക്കുന്നു. ഞാൻ അവിടുത്തെ വചനം അവർക്ക് കൊടുത്തു. ഞാൻ ലോകസമുദ്ധിയല്ലാത്തവർ അവരും ലോകസമുദ്ധിയില്ലാത്തതുകൊണ്ട് ലോകത്താൽ അവർ ദേഷിക്കപ്പെട്ടു. അങ്ങ് ലോകത്തിൽ നിന്ന് അവരെ എടുക്കണമെന്നില്ല, ദുഷ്ടൻ അവരെ കാത്തുകൊള്ളണമെന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത്. എന്നാൽ ഞാൻ ലോകസംബന്ധിയല്ലാത്തതുപോലെ അവരും ലോകസംബന്ധികളല്ല. പിതാവേ, അവിടുത്തെ വചനം സത്യമാകയാൽ അങ്ങ് സ്വന്തം സത്യം മൂലം അവരെ ശുദ്ധീകരിക്കണമേ. അങ്ങ് എന്നെ ലോകത്തിലേക്ക് അയച്ച പ്രകാരം ഞാനും അവരെ ലോകത്തിലേക്ക് അയക്കുന്നു. അവർ സത്യത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവർ ശുദ്ധീകരിച്ച പ്രകാരം ഞാനും അവരെ ശുദ്ധീകരിക്കപ്പെടാതിരിക്കുവാൻ വേണ്ടി അവർക്ക് വേണ്ടി ഞാൻ എന്നെ ശുദ്ധീകരിക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി മാത്രമല്ല, അവിടെ വചനം പോലെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് അപേക്ഷിക്കുന്നത്. അത് പിതാവേ, അങ്ങ് എന്നെ അയച്ചുവെന്ന് ലോകം വിശ്വസിക്കത്തക്കവണ്ണം അവർ തമ്മിലൊന്നായിരിക്കാൻ അവിടുന്ന് എന്നിലും ഞാൻ അങ്ങനെയും വസിക്കുന്ന പോലെ അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടിയാകുന്നു. നാം ഒന്നായിരിക്കുന്ന പ്രകാരം അവരൊന്നായിരിക്കാൻ അങ്ങ് എനിക്ക് തോന്നിയിട്ടുള്ള എനിക്ക് തന്നിട്ടുള്ള പകുതിയെ ഞാൻ അവർക്ക് കൊടുത്തു. അവർ പരിപൂർണമായി എനിക്ക് പെരുമാറും. അങ്ങ് എന്നെ അയച്ചുവെന്നും അങ്ങ് എന്നെ സ്നേഹിച്ച പ്രകാരം ഞാൻ അവരെ സ്നേഹിച്ചുവെന്നും ലോകം അറിയുവാനുമായി ഞാൻ അവരിലും അവിടുന്ന് എന്നിലും ചെയ്യുന്നു. പിതാവേ, ലോകാലത്തിന് മുമ്പ് തന്നെ അവിടുന്ന് എന്നെ സ്നേഹിച്ചതുണ്ട്. എനിക്ക് തന്നിട്ടുള്ള സ്വന്തം മഹിമയെ അങ്ങ് എനിക്ക് നൽകിയിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ എനിക്ക് നടന്നേൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീതിമാനായ പിതാവേ, ലോകം അങ്ങേ അറിഞ്ഞില്ല, എന്നാൽ ഞാൻ അങ്ങേ അറിഞ്ഞു. അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ഇവരും അറിഞ്ഞു. അങ്ങ് എന്നിൽ കാണിച്ചതിനെ വെല്ലിരിക്കുവാനും ഞാൻ വെല്ലിരിപ്പാനുമായി അവിടുത്തെ നാമം ഞാൻ ഇവരെ അറിയിച്ചു, ഇനി അറിയിക്കുകയും ചെയ്യും എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. ഉശൈരോ
വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദേവഭക്തിയോടും കൂടെ നിന്ന് ബഹുമാനമുള്ള ആചാരങ്ങളാ നമ്മുടെ മുൻപാകെ ഉയർത്തപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധമായ പ്രകാരം സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ളവരെയും സകലത്തിന്റെയും ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിനും മടങ്ങുന്നു. നമുക്ക് വേണ്ടി ശരീരം ധരിക്കുകയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മനസ്സോടെ സ്വയം താഴ്ത്തുകയും ശരീരത്തിൽ കഷ്ടത അനുഭവിക്കുകയും ചെയ്ത നമ്മുടെ കർത്താവ് തന്റെ കഷ്ടാനുഭവങ്ങളുടെ രാത്രിയിൽ വിശുദ്ധ തൃക്കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി. ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് നൽകിയവരോട്, നിങ്ങൾ ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിപ്പീൻ. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനും വേണ്ടി നൽകുന്ന എന്റെ ശരീരമാകുന്നു എന്നരുളി ചെയ്തു. വരായി പ്രകാരം തന്നെ വീഞ്ഞും വെള്ളവും കലർത്തിയുണ്ടാക്കിയ കാസായം എടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി. ശുദ്ധീകരിച്ച് തന്റെ ശിഷ്യന്മാർക്ക് നൽകി അവരോട് കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനും നിത്യജീവനും വേണ്ടി നിങ്ങളെല്ലാവരും ഇത് വാങ്ങിപ്പാനും ചെയ്യുവീനെന്ന് അരുളി ചെയ്തു. വലായി നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം ഞാൻ വരുന്നത് വരെ എന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും നിങ്ങൾ അനുസ്മരിച്ചുകൊള്ളുവീനെന്ന് അവരോട് മുൻകൂട്ടി കൽപ്പിച്ചു. കഴിഞ്ഞ 225 വർഷമായി പുത്തങ്കാവിളവ നടത്തി വരുന്ന അന്തർയോസ് ബാബയുടെ പെരുന്നാൾ ഓരോ വർഷം കഴിയുന്നതോറും പൂർവാധികം ഭംഗിയായി നടത്തുന്നതിന് എൻ്റെ മാതൃയിടുക ശ്രദ്ധിക്കുന്നു എന്നുള്ളതിൽ ഉള്ള സന്തോഷം ഞാൻ അറിയിക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന അവസരത്തിൽ എൻ്റെ മനസ്സ് എൻ്റെ ബാല്യകാലത്തിലേക്ക് കുതിച്ചു പോവുകയാണ് ചെയ്തത്. അന്നും ഈ പള്ളിയിൽ നടന്ന പെരുന്നാളിൽ സജീവമായി പങ്കെടുത്തത് ഞാൻ ഓർക്കുന്നുണ്ട്.
പുസ്തകാവിൻ്റേതായിട്ടുള്ള ഒരു തനിമയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ എന്നും പുലർന്ന് കാണുവാനും ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിക്കട്ടെ. കഴിഞ്ഞ ഒരാഴ്ച കാലമായി നടന്ന കൺവെൻഷൻ വളരെ ഭംഗിയായി നടന്നു എന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട്. ആദ്യത്തെ ദിവസം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. നൊയമ്പ് തുടങ്ങുന്ന സമയത്ത് തുടങ്ങുന്ന സ്മുക്കോരോ ശുശ്രൂഷ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് നടന്ന സ്മുക്കോരോ ശുശ്രൂഷയിൽ ഞാൻ ഇവിടെ പങ്കെടുത്ത കാര്യം ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ് ചെയ്യുന്നത്, സന്തോഷപൂർവ്വം സ്മരിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, വലിയ നൊയമ്പിലേക്ക് കടന്നിരിക്കുന്ന ഈ കാലയളവിൽ എനിക്ക് പ്രത്യേകമായി നിങ്ങളോട് ഓർമ്മിക്കുവാനായിട്ടുള്ളത്, ഒന്ന്, സഭ കൽപ്പിച്ചിരിക്കുന്ന പ്രകാരം പൂർണ്ണമായും എല്ലാ ആളുകളും നൊയമ്പ് നോക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പലരും വിചാരിക്കും പാതി നൊയമ്പ് കഴിഞ്ഞുകൊണ്ട് തുടങ്ങിക്കളയാം, ചിലയായിരിക്കും കർഷാനുവാഴ്ച ആയിക്കൊണ്ട് തുടങ്ങിക്കൊള്ളാൻ വിചാരിക്കും. 50 ദിവസവും നൊയമ്പ് നോക്കുന്നതിന് നിങ്ങൾ ഉത്സാഹിക്കണമെന്നാണ് എനിക്ക് ഓർമ്മിക്കുവാനായിട്ടുള്ളത്. നമ്മൾ മത്സ്യമാംസങ്ങളൊക്കെയും വർദ്ധിച്ചാണല്ലോ നൊയമ്പ് നോക്കുന്നത്. ഇന്നത്തെ കാലയളവിൻ്റെ ഒരാവശ്യം എന്ന് പറയുന്നത്, നമ്മുടെ പ്രകൃതി ഓരോ നിമിഷവും ശൂന്യമായിക്കൊണ്ടിരിക്കുകയാണ്, അത് ബലക്ഷയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വസ്തുതയെ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഈ മത്സ്യമാംസങ്ങളൊക്കെയും വർദ്ധിക്കുന്നതോടൊപ്പം തന്നെയും ആവശ്യമില്ലാതെയുള്ള പ്ലാസ്റ്റിക് ഉപകരണങ്ങളുടെ ഉപയോഗവും കുറയ്ക്കണമെന്നാണ് എനിക്ക് ഓർമ്മിക്കുവാനായിട്ടുള്ളത്. ഈ വർഷത്തെ താപനില നിങ്ങളുടെ പത്രത്തിൽ വായിച്ചു കാണും. തൃശ്ശൂർ മേഖലയിൽ 39 ഡിഗ്രി വരെ ഉയർന്നതായിട്ട് ഇപ്പോൾ ഫെബ്രുവരി മാസത്തിൽ ഉയർന്നതായിട്ട് നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും. കാലാവസ്ഥയ്ക്ക് വലിയ വ്യതിയാനം ഉണ്ടായിരിക്കൊണ്ടിരിക്കുന്നതിന് പ്രധാന കാരണം പ്രകൃതി സംരക്ഷണമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം BJPയുടെ കേരളത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരനുമായിട്ട് നമ്മുടെ പമ്പാനദിയുടെ തീരത്ത് റെഡ്പാളയത്ത് തൊട്ട് താഴ്വശത്ത് ഒരു സ്ഥലത്ത് വെച്ച് ജലസ്വരാജ് എന്ന് പറയുന്ന ഒരു പദ്ധതി ഇനോഗ്രേറ്റ് ചെയ്തു. അദ്ദേഹത്തെയാണ് ഇനോഗ്രേറ്റ് ചെയ്യാൻ ക്ഷണിച്ചെങ്കിലും ഞാൻ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, തിരുവേലി നിലത്താൻ ഇത് ഇനോഗ്രേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാനാണ് ഭദ്രദീപം കൊളുത്തി ആ ജലസ്വരാജ് എന്ന് പറയുന്ന പദ്ധതി BJPയുടെ പദ്ധതിയാണെങ്കിലും അത് ഇനോഗ്രേറ്റ് ചെയ്തത് ഞാനാണ്. കാരണം പ്രകൃതിയെ സംരക്ഷിക്കണം എന്ന് ശക്തമായിട്ട് വാദിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്, ഒരു മരം ഞാൻ വെട്ടിക്കഴിഞ്ഞിരുന്നാൽ അതിനു മുമ്പ് 5 മരങ്ങൾ ഞാൻ വെച്ചിരിക്കും. ഇന്ന് പ്രകൃതിയിൽ കാണുന്ന ഈ വിഭവങ്ങളെന്ന് പറയുന്നത് നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, ഇനി ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ഇത് അവകാശപ്പെടാണെന്നുള്ള ചിന്ത നമ്മുടെ ഒക്കെയും മനസ്സിലുണ്ടാകണമെന്നാണ് ഞാൻ ഓർമ്മിക്കുന്നത്. ഞാൻ ഈ 3 മേഖലയിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾക്കറിയാം. ഒന്നാമത് ആധ്യാത്മിക രംഗത്ത്, 2 വിദ്യാഭ്യാസ രംഗത്ത്, 3 കൃഷി രംഗത്ത് ഏറ്റവും കൂടുതൽ താല്പര്യം ഞാൻ എടുക്കുന്നുണ്ട് എന്നുള്ളത് എന്നെ അടുത്തറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണല്ലോ. കൃഷിയിൽ ഈ താല്പര്യം വരാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത്, ഞാൻ ഗുജറാത്തിലെ എൻ്റെ സ്കൂളിൻ്റെ പ്രിൻസിപ്പലായിരിക്കുന്ന അവസരത്തിൽ ഗുജറാത്ത് ഗവൺമെൻറ് അതൊരു പുതിയ വിഷയം 10ാം ക്ലാസ്സിൽ കൊണ്ടുവന്നു. സോഷ്യൽ സ്റ്റഡീസിന് പകരം ആ വിഷയത്തിൻ്റെ പേരാണ് സോഷ്യൽ റീകൺസ്ട്രക്ഷൻ എന്നൊരു പുസ്തകം. ആ പുസ്തകം കിട്ടിക്കഴിഞ്ഞാൽ അധ്യാപകർ കണ്ടു. സോഷ്യൽ സ്റ്റഡീസ് പഠിക്കുന്ന അധ്യാപകരെല്ലാവരും എന്ന് പറഞ്ഞു, ഫാദർ, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ടീച്ച് ദിസ്, വി കനോട്ട് ടീച്ച് ദിസ് എന്ന് പറഞ്ഞ് പരാതിയുമായി എൻ്റെ മുറിയിൽ വന്നു. ഞാൻ ലെറ്റ് മീ സീ ദാറ്റ് ബുക്ക് എന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചു. അന്ന് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി രാത്രി കൊണ്ട് ഞാൻ ഓടിച്ച് നോക്കിയപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ ഗാന്ധിജിയുടെ 20 പോയിന്റ് പ്രോഗ്രാമിനെ സംബന്ധിച്ച്, രണ്ടാമത്തേത് ഭൂദാന യജ്ഞത്തെ സംബന്ധിച്ചുള്ളതാണ്,
മൂന്നാമത്തേത് ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികളെ സംബന്ധിച്ചാണ്. നാലാമത്തേത് ഇസ്രയേലിൽ നടക്കുന്നൊരു കാര്യമുണ്ട്, കിബൂട്ട്സ് എന്ന് പറയുന്ന ഒരു കാർഷിക മേഖല. ദിദിമോസ് ബാബയും നമ്മുടെ ക്രിസ്റ്റോസ് തിരുമേനിയും പൂർണ്ണോസ് തിരുമേനിയും ഒത്ത് ഞാൻ ഇസ്രയേലിൽ സന്ദർശിച്ച അവസരത്തിൽ ഇവിടുന്ന് പലരുണ്ടായിരുന്നു ഇതിൽ പങ്കെടുക്കാനായിട്ട്. ഞങ്ങളുടെ ഗൈഡിനോട് പറഞ്ഞു എനിക്കൊരു കിബൂട്ട്സ് കാണണമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും ഒരു കിബൂട്ട്സ് പോയി കാണുകയും ചെയ്തു. അവിടെ എഞ്ചിനീയർമാരുണ്ട്, പാവപ്പെട്ട വർക്കേഴ്സുണ്ട്, എല്ലാവരും താമസിക്കുന്നത് ഒരേ മേഖലയിൽ തന്നെ, അവരുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് ഒരേ സ്കൂളിൽ തന്നെ. അങ്ങനെയുള്ള എന്തോ മലയാളത്തിൽ പറയേണ്ടത് എനിക്കറിയത്തില്ല. ആ കിബൂട്ട്സിൽ താമസിക്കുന്ന എല്ലാവരും ഏകോദര സഹോദരങ്ങൾ പോയി താമസിക്കുന്ന രീതി ഞാൻ ഇസ്രയേലിൽ കാണുകയുണ്ടായി. അവിടെ ഇന്ന് കാർഷിക മേഖലയിലെ ചില നൂതന ആശയങ്ങളും പകർത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഓതർ തയ്യാറായി പ്രാവർത്തികമാക്കിക്കൊണ്ട് വരികയാണെന്നുള്ളത് എന്നെ അടുത്തറിയാവുന്നവർക്കും അറിയാവുന്നൊരു വസ്തുതയാണ്. ആ പുസ്തകം പഠിപ്പിച്ച അവസരത്തിലാണ് എൻ്റെ മനസ്സിൽ വന്ന ഒരാശയം, ഇന്ത്യയുടെ വികസനം നടക്കണമെന്നുണ്ടെങ്കിൽ കൽക്കട്ടയിലും ബോംബെയിലും മദ്രാസിലും ഡൽഹിയിലും കുറേ പുതിയ കമ്പനി ഉണ്ടായില്ല. ഇന്ത്യയുടെ റൂറൽ ഏരിയ വികസിക്കണം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ രൂപം കൊണ്ടത് ആ പുസ്തകം പഠിപ്പിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്. ഇന്ത്യയുടെ റൂറൽ ഏരിയ വികസിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാർഷിക മേഖല വികസിച്ചെങ്കിലേ മതിയാകുകയുള്ളൂ. അതുപോലെയുള്ള അതുമായി ബന്ധപ്പെട്ട മേഖലകളൊക്കെ വികസിക്കുക മാത്രമേ ഇന്ത്യ വികസിക്കുകയുള്ളൂ എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഗുജറാത്തിലെ സ്കൂളുകൾ തുടങ്ങിയ അവസരത്തിൽ ഇടവകയ്ക്ക് വേണ്ടി ആദ്യം തുടങ്ങിയ സ്കൂളെന്ന് പറയുന്നത് ബറോഡ സിറ്റിയിലായിരുന്നുവെങ്കിൽ ഞാൻ തുടങ്ങിയ സകല സ്കൂളുകളും ബറോഡയുടെ റൂറൽ ഏരിയയിലാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ പ്രധാനമന്ത്രി എന്നെ ബഹുമാനിക്കുന്നത്. കാരണം ഗുജറാത്തിൻ്റെ റൂറൽ ഏരിയയുടെ വികസനത്തിന് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ എൻ്റെ പ്രവർത്തനം ഉതകുന്നു എന്നുള്ളതുകൊണ്ടാണ് എന്നെ അദ്ദേഹം അങ്ങേയറ്റം ബഹുമാനിക്കുന്നത്. എന്നെ അടുത്തറിയാവുന്നവർക്ക് അറിയാവുന്നൊരു വസ്തുതയെന്ന് ഒക്കെ എന്ന് പറയുകയാണ്. കഴിഞ്ഞ സെപ്റ്റംബർ മാസം 15-ാം തീയതി ഞാൻ ഗുജറാത്തിലായിരിക്കുമ്പോൾ 15-ാം തീയതി വൈകിട്ട് 4:10 എനിക്ക് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് കോൾ വന്നു. ഒരാൾ എന്നെ വിളിച്ച് ചോദിച്ചു, ആർ യു ബിഷപ്പ് തോമസ്? ഞാൻ പറഞ്ഞു യെസ്. അപ്പം അങ്ങനെ പറഞ്ഞു, ഐ ആം ഡോക്ടർ ഹിരൺ ജോഷി, ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്റേഴ്സ് 66th birthday is day after tomorrow, that is 17th September. We have selected 100 prominent persons from the whole country from different walks of life. ജീവിതത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് ഇന്ത്യയിൽ മുഴുവനായിട്ട് 100 പേരെ തിരഞ്ഞെടുത്തു. അതിലൊന്ന് താങ്കളാണ്. 150 വാക്കിൽ കൂടാതെയുള്ള ഒരു ബർത്ത്ഡേ സന്ദേശം ഇങ്ങോട്ട് അയച്ചിരുന്നതുകൊണ്ട് അയാളുടെ മെസ്സേജ് എൻ്റെ മൊബൈലിൽ അല്പം കിടപ്പുണ്ട്. ഞാൻ 16-ാം തീയതി അയച്ചു കൊടുത്തു. അത് പ്രൈം മിനിസ്റ്ററുടെ വെബ്സൈറ്റ് തുറന്ന് നോക്കിയാൽ നിങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടി ചേർത്തു, എൻ്റെ സഭയുടെ പേരും കൂടി ഞാൻ കൂട്ടിച്ചേർത്തു. ഞാൻ ഓർത്തഡോക്സ് സഭയിൽ ഒരു ബിഷപ്പാണെന്നുള്ള വാചകം കൂടി ഞാനത് അറിഞ്ഞുകൊണ്ട് ചേർത്ത. കാരണം എനിക്ക് കിട്ടിയ ഈ ബഹുമതി എൻ്റെ സഭയ്ക്കും കൂടെ കിട്ടണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഓർത്തഡോക്സ് സഭയിൽ ഒരു ബിഷപ്പാണെന്നുള്ള അതിനകത്ത് അറിഞ്ഞുകൊണ്ട് ചേർക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, അദ്ദേഹം എന്നെ ബഹുമാനിക്കുന്നത് ഗുജറാത്തിൻ്റെ വികസനത്തിന് റൂറൽ ഏരിയയിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ശ്ലാഘിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ആ ഒരു മേഖലയിൽ നമ്മുടെ ശ്രദ്ധ കൂടുതലുണ്ടാകണം എന്ന് ഞാൻ ഓർമ്മിക്കട്ടെ. 2 ദിവസം മുമ്പ് നെരണം പള്ളിക്കാർ തുടങ്ങിയ മാർത്തോമൻ പബ്ലിക് സ്കൂളിൻ്റെ ആനുവൽ ഡേ സെലിബ്രേഷൻ ചെന്ന അവസരത്തിൽ ഇടവജനങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചു. നെരണം പോലെയുള്ളൊരു കുഗ്രാമത്തിൽ കുട്ടനാടിൻ്റെ ഒരു മേഖലയിൽ അതുപോലുള്ള ഒരു നല്ലൊരു പബ്ലിക് സ്കൂൾ തുടങ്ങിയെന്നുള്ളതിൽ ഇടവജനങ്ങളെ ഞാൻ കൃത്യമായിട്ട് അഭിനന്ദിക്കുകയുണ്ടായി. ഇന്ത്യയുടെ വികസനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ റൂറൽ ഏരിയയുടെ വികസനത്തിലാണ് എന്ന് ഓർമ്മിക്കട്ടെ. അതോടൊപ്പം തന്നെയും പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതായിട്ടുള്ളൊരു ചുമതലയും നമുക്കുണ്ട് എന്ന് ഓർമ്മിക്കട്ടെ. ഈ നോയമ്പിൽ കൂടെ കടന്നു പോകുന്ന അവസരത്തിൽ
മത്സ്യമാംസങ്ങൾ നമ്മൾ വേണ്ട എന്ന് വെച്ച് വർജിക്കുന്നത് പോലെ തന്നെ താനെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗവും നിർത്തണമെന്നാണ് എനിക്ക് ഓർപ്പിക്കുവാനായിട്ടുള്ളത്. രണ്ടാമതായി എനിക്ക് ഓർപ്പിക്കുവാനായിട്ടുള്ളത്, ഞാൻ എൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് ഓർത്തു പോവുകയാണ്. എൻ്റെ വല്യപ്പച്ചനുമൊത്ത് ഞാൻ ഈ പള്ളിയിൽ സന്ധ്യാനമസ്കാരം വന്ന കാര്യം ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. തിരിച്ചു പോകുന്ന സമയത്ത് ഓരോ വീട്ടിൽ നിന്നും സന്ധ്യാനമസ്കാരത്തിന് ഞങ്ങൾക്കുള്ള കർത്താവേ തുടങ്ങിയുള്ള പാട്ടുകൾ ഉയരുന്നത് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. ഇന്ന് അതുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ട് പറയാണ്, പഴയ ആ രീതിയിലേക്ക് കുത്തിങ്കാവ് മാറിക്കാണണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ ഭവനങ്ങളിലും രാവിലെയും വൈകിട്ടും നോയമ്പിൻ്റെ നമസ്കാരം നടത്തിയിരിക്കണം. നമ്മുടെ പ്രാർത്ഥനകൾ നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ആശയങ്ങളാണ് അതിൽ ഓരോന്നിനും അടങ്ങപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോഴ് പൊതുവായിട്ടുള്ള ധാരണ ഈ ന്യൂ ജനറേഷൻ ചർച്ചിൻ്റെ ബഹളത്തിലും കോലാഹലത്തിലുമൊക്കെ പോകുന്നതിനാണ് ആളുകൾ താല്പര്യം കാണിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകളെ പോലെ ശ്രേഷ്ഠമായിട്ടുള്ള പ്രാർത്ഥന വേറെ ആർക്കുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് നമ്മുടെ ആ പഴമയിലേക്ക് പുത്തങ്കാവ് തിരിച്ചു പോകണം, മലങ്കര ഓർത്തഡോക്സ് സഭ തന്നെ തിരിച്ചു പോകണമെന്ന് ശക്തമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മുടെ എല്ലാ ഭവനങ്ങളിലും രാവിലെയുമായിട്ടുള്ള പ്രാർത്ഥനകൾ നമ്മൾ നടത്തിയിരിക്കണം. ആ പ്രാർത്ഥനയിൽ പറയുന്ന ആശയങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വേണമെന്നോ അല്ലാതെ എങ്ങനെയും കാട്ടിക്കൂട്ടി ചെല്ലുക എന്ന് പറയുന്ന ആകരുത് എന്നുകൂടെ ഞാൻ ഓർമ്മിക്കട്ടെ. ഒട്ടക്കുന്നിലെ തിരുവേലി അബുദാബിയിൽ ഞാൻ വികാരിയായിരിക്കുന്ന അവസരം അവിടെ വന്ന് എന്നോട് തന്ന ചില ഉപദേശങ്ങൾ ഒന്നിതായിരുന്നു, ഏത് കർമ്മം നടത്തി കഴിഞ്ഞിരുന്നാലും അതിനകത്ത് 100% ഇൻവോൾവായിട്ട് കർമ്മം നടത്തണം. ഈ കാട്ടിക്കൂട്ടുന്ന രീതി ആകരുത് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ എപ്പോഴും മനസ്സിൽ കരുതാറുണ്ട് എന്നുകൂടി ഞാൻ ഓർമ്മിക്കട്ടെ. വൈദികരോട് ഞാൻ എപ്പോഴും പറയുന്നു അത് തന്നെയാണ്. എങ്ങനെയും കാട്ടിക്കൂട്ടി ഓരോ കാര്യങ്ങൾ നിർവഹിക്കില്ല, ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യണം എന്ന് നിർബന്ധം പിടിക്കുന്ന ഒരാളാണ് ഞാൻ. ശവക്കോട്ടയെ തൂക്കം വെക്കാൻ പോകുന്ന അവസരത്തിലും പുരുഷനെ അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന മെഴുതിക്കാല് തുല്യ ദൂരത്തിലല്ലെങ്കിൽ ഞാൻ തന്നെ പിടിച്ച് വെക്കാറുണ്ട്. ചെയ്യുന്നത് ഭംഗിയായിട്ട് ചെയ്യണം. ഇവിടെ ഈ അന്ത്രോസ് ബാബായുടെ തൂപ്രാർത്ഥന നടത്തുന്ന സമയത്ത് 2 തിരി വെച്ച സമയത്ത് ഞാൻ വെള്ളം ചാകുന്ന വ്യാപനം മാറ്റി അടുപ്പിച്ച് വെക്കാൻ പറഞ്ഞു. എല്ലാ സ്ഥലങ്ങളിലും എൻ്റെ ശ്രദ്ധ കൃത്യമായി ചെയ്തിരിക്കും. പട്ടക്കുന്നിലെ തിരുവേലിക്ക് എന്ന ഉപദേശമാണ് ഞാനിവിടെയൊക്കെയും പാലിക്കുന്നത്. ഏത് കർമ്മം നടത്തുന്നതിനാലും അത് കാട്ടിക്കൊടുന്ന രീതിയാകരുത്. അതിനകത്ത് ഫുള്ളി ഇൻവോൾസ്ഡായിട്ട് അതിനകത്ത് ഇഴുകി ചേർന്നുകൊണ്ട് നടത്തണം എന്ന് പറഞ്ഞത് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് എന്നുള്ള ഓർപ്പിക്കട്ടെ. വീണ്ടും വിശ്വാസികളെ ദൈവത്തിൻ്റെ കാലങ്ങളിൽ മുമ്പോട്ട് പോകുന്ന അവസരത്തിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ദൈവം സമീപിക്കാണ്ട് ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് ആശ്രയിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ചയും ഓർപ്പിച്ചതുപോലെ എൻ്റെ മനസ്സിൽ കുറേ നാളുകളായിട്ട് കടന്നുകൂടിയിട്ടുള്ളൊരാശയമാണ് കാലം ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം കൂടെ പുത്തങ്കായ പള്ളിയിൽ കർഷാൻ മാർച്ച് നടത്തണമെന്നുള്ളത്. ഈ പ്രാവശ്യം ഓശാന ഞായറാഴ്ച ഞാൻ ഇടവുകാട്ട് പള്ളിയിലായിരിക്കും. ബാക്കിയുള്ള സകല ശുശ്രൂഷകളും പുത്തങ്കായ പള്ളിയിലാണ് നടത്തുന്നതെന്നുള്ള കാര്യം ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടി എല്ലാവരുടെയും ഓർമ്മിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് നാളുകളായിട്ട് ഞാൻ കുർബാന ചൊല്ലുന്നതിൽ മാറി നിൽക്കുന്ന ഒരാളായിരുന്നു. കാരണം നടുവിൻ്റെ വേദന, കൈയുടെ വേദന ഒക്കെ ഉള്ളത് കൊണ്ടൊക്കെ ഞാൻ ചൊല്ലാതെ മാറി നിൽക്കുകയായിരുന്നു. ഈ പ്രാവശ്യത്തെ പെരുന്നാളിന് ഈ കുർബാനയിൽ മുഖ്യ കാർമ്മികനാകാനായിട്ട് ഇടയായത് ദൈവം തന്ന വലിയൊരു കരുണയായിട്ട് ഞാൻ കാണുകയാണ് ചെയ്യുന്നത്. ദൈവം ഞാൻ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെയും നൽകിക്കൊണ്ടിരിക്കുന്നു പറയുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഈ കടുത്ത വേനൽ കൂടിയ അവസരത്തിൽ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ എങ്ങനെയെങ്കിലും 1-2 മഴ ഞങ്ങൾക്ക് തരണം. കാരണം കൃഷി കാര്യത്തിൽ എനിക്ക് താല്പര്യമുള്ളതുകൊണ്ട് ഇന്നലെ നല്ല ഫസ്റ്റ് ക്ലാസ്സിന് മഴ കിട്ടി. ആ മഴയത്തും പുത്തങ്കാവിലെ ജനങ്ങൾ റാസയിൽ ഒരു ക്രമക്കേട് കൂടാതെ അത് പൂർത്തിയാക്കിയെന്ന് രാവിലെ വന്നപ്പോൾ ഞാൻ അറിഞ്ഞു. പുത്തങ്കാവിലിടവകയെ മുഴുവനായിട്ട് വീണ്ടും ഞാൻ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. അന്തർദേശ ബാബയുടെ ഓർമ്മയെന്ന് അദ്ദേഹത്തിൻ്റെ
മധ്യസ്ഥത നമുക്ക് കോട്ടയായിരിക്കട്ടെ എന്ന് കൃത്യമായിട്ട് ഓർമ്മിക്കുന്നു. പരിശുദ്ധന്മാരോടുള്ള പ്രാർത്ഥനയ്ക്ക് അങ്ങേയറ്റം ഫലമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം എന്ന് വീണ്ടും ഒരു പ്രാവശ്യം ഓർമ്മിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവത്തിന് അനുഗ്രഹിക്കട്ടെ. കൃപ ചെയ്തതുപോലെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങി വരുമാറാകണമേ. നിന്റെ വലത്തെ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമായുള്ളവേ, തിരുമുമ്പായുള്ള മോഹപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയ അനുഭവിക്കുന്ന ആരാധകരുടെ സംഘത്തെ നീ വാഴ്ത്തണമേ. ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധകൾ വായിച്ചിരിക്കുന്നവരുടെ മേൽ, നൽകുന്നവരുടെ മേൽ, അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് ഇതിൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ചൊരിയപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ, ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ വിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്തതായ പാപപരിഹാരപ്രദമായ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പരിഹാരത്തിനുമായി തീരരുത്. എന്നാലോ ഞങ്ങളുടെ ജീവനും രക്ഷയ്ക്കും വേണ്ടി ഭവിക്കുമാറാകണമേ. ദൈവം തമ്പുരാനെ, ഞങ്ങളെല്ലാവരുടെ മേലും കരുണ ചെയ്യണമേ. ശാശ്വത ലോകം നേടാൻ വരനോട് ഇതമറുകാത്തൊരു ഓട്ടം ചേലോടവസാനിപ്പി ഐകിക ദുരിതം വിട്ടുയരത്തിൽ പരനുടെ സവിധെ മരുവീടുന്നു. ഓർക്കുന്നിവർ നിൻ പാവന
മംഗളം ഇവരിൽ പരനരുളിടാൻ പ്രാർത്ഥിക്കണമേ. പാപവിമോചന ഭാവുകമെങ്ങൾ ഉളവാകണമേ. കർത്താവിന്റെ പാവനിയാരപ്രദമായ ബലിപീഠത്തിന് പ്രാപിച്ച യാത്രാഭക്ഷണത്തോടെ അനുഗ്രഹങ്ങളോടും കൂടെ പരിശുദ്ധവും മകനീയമായ തൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കും നിങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ സമാധാനത്താലേ പോവുകയും ദൂരസ്ഥരും സമീപസ്ഥരും ജീവനോടിരിക്കും മരിച്ചുപോരും കർത്താവിന്റെ ഉള്ള സ്ലീപായ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസാണ് ഊഷ്മായ മുദ്രയിടപ്പെട്ടവരുമേ ഈ വിശുദ്ധത്വം നിങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്ക് ആശ്വാസവും നൽകുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയും ദാസൻ നിങ്ങളുടെ പ്രാർത്ഥന കരുണയും സഹായവും പ്രാപിക്കുവാനിടയാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് സമാധാനത്താലേ പോകുകയും എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകും. ഈ പരിശുദ്ധ കുരിശ് അതിനാൽ സങ്കേതപ്പെടുന്നവർ അതിനാൽ ആത്മീയവും ശാരീരികമായ ശരീരവേദനകളിൽ നിന്നും എന്നേക്കും സംരക്ഷിക്കപ്പെടുവാനായി
പരിശുദ്ധനായ മാതാവിന്റെ നാമത്തിൽ പ്രതീക്ഷിക്കപ്പെടുന്നു. രാജമകൾ രാജഭാവനിയും എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കട്ടെ. ആത്മീയമായ ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ എല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തിപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങൾക്കും വിശ്വാസികളായ നിങ്ങളുടെ ബാക്കിപ്പോയവർക്കും പാപപരിഹാരം നൽകുമാറാകട്ടെ.
യെരൂശലേം പുരിയിൽ നിന്നും ആഗതനായി ശ്രേഷ്ഠൻ അന്ത്രയോ 3 ദശാബ്ദങ്ങൾക്കു സാക്ഷ്യം ശോഭിതമായി പുതുകാലാഗിരി അരികത്തുള്ളോർ ഭക്ഷണവും നേർച്ച കാഴ്ചകളും ആശ്രയമറ്റോർ കാലംബവുമാകും ചുടുകണ്ണീ സോദരനൊപ്പം യാചിച്ചു യാതനകൾ നാഥ നീങ്ങാൻ സെഹിയോൻ മാളിക തന്നിൽ വച്ചുടയോ ഭാഗിച്ച തിരുരക്ത കാസായും പൈതൃകമാ കൽപ്പനയും പരിപാവനമായി പ്രാപിക്കും ഏഴകളെ കാത്തിടേണമേ കാലുകൾ കഴുകും കലവറയായി മരുവും പുണ്യമിടം കണ്ണുകൾ നിറയും മണവറയായി തീർന്നോ രാസ്ഥാനം ആശ്രയമായി തീർന്നീടേണമേ ആപത്തുകളൊഴിവാ ഈടാൻ
ചാരെ മേവുന്നു ശുദ്ധൻ അന്ത്രയോ. മക്കൾക്കൊരു താങ്ങും തണലും പ്രത്യാശയുമായി മധ്യസ്ഥതയാചിക്കുന്നു ശോഭിതമാം ദീപസ്തംഭം. വഴി പോകരുതേ ശോമരവർ ഭവനേ പൂകരുതേ. പരീശന്മാർത്തൻ ഉപദേശേ വഞ്ചനത്താൻ പ്രാവുസമം കപടം കൂടാ തുരകം പോൽ ബോധമുൾക്കൊള്ളുക. ചെന്നായ് നടുവിൽ കുഞ്ഞാടു പോൽ ഞാനയക്കുന്നു നിങ്ങളെയും. അരുളി നാഥൻ ഏവം ജാതികളിൻ വഴി പോകരുതേ ശോമരവർ ഭവനേ പൂകരുതേ. പരീശന്മാർത്തൻ ഉപദേശേ ചേരുൾ അതു വഞ്ചനത്താൻ പ്രാവുസമം കപടം കൂടാ തുരകം പോൽ ബോധമുൾക്കൊള്ളുക. ചെന്നായ് നടുവിൽ കുഞ്ഞാടു പോൽ ഞാനയക്കുന്നു നിങ്ങളെയും.
സകലത്തിനെയും അനുഗ്രഹിക്കുകയും നിങ്ങളെല്ലാവരെയും സന്തോഷത്തരാക്കി തീർക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ ഇരുന്ന് അവർക്ക് വരാമാവുന്ന എല്ലാ ആപത്തുകളിൽ നിന്ന് അവരെ സംരക്ഷിച്ച് കനാൻ ദേശത്തേക്ക് അവരെ നയിക്കുകയും അവരുടെ അധ്വാനങ്ങളെ 1-ന് 30, 60, 100 മേനിയായി വർദ്ധിപ്പിക്കുകയും ചെയ്തവനായ ദൈവമായ കർത്താവ്, നിങ്ങളുടെ അധ്വാനങ്ങളെയും കൃഷികളെയും വ്യാപാരങ്ങളെയും നിങ്ങൾ ഏർപ്പെടുന്ന സർവ്വ മേഖലകളെയും അനുഗ്രഹിക്കുകയും അതിനൊന്നിന് 30, 60, 100 മേനിയായി വർദ്ധിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. സിഹോൻ മാളിയിൽ എഴുന്നള്ളി തൻ്റെ പരിശുദ്ധ സ്ലീഹന്മാരെ അനുഗ്രഹിക്കുകയും പരിശുദ്ധ റൂഹായുടെ ദാനങ്ങളാൽ അവർ നിറയ്ക്കുകയും ചെയ്തവനായ ദൈവമായ കർത്താവ്, പരിശുദ്ധ റൂഹായുടെ ദാനങ്ങളാൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും അനുദിന ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും അഭിമുഖീകരിപ്പാൻ തക്കവണ്ണം തൻ്റെ പരിശുദ്ധ റൂഹായാൽ നിങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളിൽ നിന്ന് രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ശക്തിക്കപ്പുറമായ വരുന്ന എല്ലാ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും നീക്കി ദുഃഖകരമായ എല്ലാ സംഭവങ്ങളെയും ഒഴിവാക്കി നിങ്ങൾക്കുള്ള സകലരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളുടെ മക്കളെ ചൊല്ലുവിളിയുള്ളവരും അനുസരണമുള്ളവരും ദൈവഭയമുള്ളവരും മക്കൾക്കായി പ്രതീക്ഷിക്കുന്ന ദമ്പതികൾക്ക് ഉത്തമ സന്താനങ്ങളെ കൊണ്ടും മാരകമായ രോഗങ്ങളാൽ ബാധിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സൗഖ്യദാനങ്ങൾ കൊണ്ടും വാർദ്ധക്യത്തിലിരിക്കുന്നവർക്ക് ഉത്തമ സമാധാനവും സമൃദ്ധി കൊണ്ടും നിറയ്ക്കുകയും നിങ്ങളെല്ലാവരെയും സന്തോഷത്തരാക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾ വന്ന് ലോകസ്ഥാപനത്തിന് മുമ്പായി നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗീയ സൗഭാഗ്യങ്ങൾ വന്ന് അനുഭവിച്ചുകൊള്ളൂ എന്ന് പറയുന്ന ഇമ്പകരമായ ശബ്ദം കേൾക്കുവാൻ ദൈവമായ കർത്താവ് നിങ്ങളെയും ബലഹീനരായ ഞങ്ങളെയും നമ്മുടെ എല്ലാ വാങ്ങിപ്പോയവരെയും താൻ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായ ഈ റാസയിലും ധൂപപ്രാർത്ഥനയിലും സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ വിശ്വാസികളായ പരേതരെയും ആശ്വസിപ്പിക്കട്ടെ. ആയത് പരിശുദ്ധ കന്യാമറിയാമ്മയുടെയും ഇന്ത്യയുടെ കാവൽ പിതാവായ മാർ തോമാസ് ശ്ലീഹായുടെയും ഈ ദിവസങ്ങൾ ആരുടെ ഓർമ്മ പെരുന്നാൾ ആചരിക്കുന്നു ആ പരിശുദ്ധനായ മാർ അന്ത്രയോസ് ബാവായുടെയും
മോർ ഗ്രിഗോറിയോസിൻ്റെയും മോർ ദീവനാസിയോസിൻ്റെയും ശേഷം എല്ലാ ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ തന്നെ ആമേൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദൃഷ്ടം സർവ്വത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളോ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ.